ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഹോം മെയ്ഡ് ന്യൂട്ടല്ലയുടെ റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ന്യൂട്ടല്ല എന്ന് പറയുന്നത്. അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പൊട്ടുകടലയാണ് എടുത്തത്. സാധാരണ നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊട്ടുകടലയില്ലേ, ആ ഒരു കടലയാണ് ഞാൻ എടുത്തത്. പിന്നെ 1/2 കപ്പ് ബദവും കൂടി എടുത്തിട്ടുണ്ട്. ഈ പൊട്ടുകടലേൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട് ഉണ്ടല്ലോ, നമ്മളെ നിലക്കടല ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ പുട്ടിന് കറി വെക്കുന്ന ഒരു വൈറ്റ് കടല ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ശരിക്കും നമ്മൾ ന്യൂട്ടല്ല തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പുട്ടിന് കറി വെക്കുന്ന ആ ഒരു വൈറ്റ് കടലയാണ്. ഹെസൽനട്ട് എന്ന് പറയും അതിന്. മറ്റേ കാപ്പിക്കടലയല്ല കേട്ടോ, പുട്ട് കടലയും വെക്കുന്ന കാപ്പിക്കടലയല്ല, ആ വൈറ്റ് വലിയ കടലയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ശരിക്കും ന്യൂട്ടല്ല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറ്. പക്ഷേ ഇതായാലും കുഴപ്പമില്ല, നിലക്കടലയായാലും കുഴപ്പമില്ല. ഇത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് ചെറിയൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ മൊത്തത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ബദവും കടലയും ഇട്ടിട്ട് നല്ല പൊടിച്ച് കൊണ്ടുവന്നതാണിത്. നല്ലോണം പൊടിഞ്ഞ് കിട്ടണം ഇത്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നാൽ നല്ല പൊടിയായിട്ട് കിട്ടണം, തരി പൊട്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ എനിക്ക് നല്ലോണം പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഞാൻ 3/4 കപ്പോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യുക, പക്ഷേ ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ബട്ടറും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവല്ലല്ലോ നമ്മൾ ന്യൂട്ടല്ലേൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഈ പൊടികളും എല്ലാം നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഈ സൺഫ്ലവർ ഓയിലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ബട്ടർ തന്നെ കംപ്ലീറ്റ് യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതും കൂടി നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയായി കേട്ടോ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇനി നമ്മളിത് ഫ്രിഡ്ജിലും കൂടി വെക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് നിങ്ങളിത് മാറ്റിയെടുത്ത് സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു മാസമൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്ടല്ലയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുക. വലിയ പൈസയൊന്നും കൊടുത്ത് കടയിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതൊരു ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്